സൗസു പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലെന്ന് വേണ്ട. നിങ്ങക്ക് പറയാനുള്ളത് ഞാൻ കേട്ടാ പോരെ? കോഫി ഷോപ്പിൽ വെച്ച് എന്നെ സംസാരിക്കണമെന്നൊന്നുമില്ലല്ലോ. പറഞ്ഞോളൂ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. പക്ഷെ ഒരു കാര്യം, ഗന്ധർവനെ കുറിച്ച് നിങ്ങളൊന്നും പറയരുത്. നിങ്ങളിൽ നിന്നും അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പറഞ്ഞോളൂ, ഗന്ധർവനെ കുറിച്ച് ഒഴികെ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് നിന്നോട് വേറൊന്നും പറയാനില്ല പാറു. ഗന്ധർവനെ കുറിച്ച് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. പ്രേംചേട്ടാ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ലെന്ന് എന്റെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാനത് പ്രകടിപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് ദേഷ്യമല്ല വരുന്നത്, നിങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമോ വരുന്നത്. നിങ്ങളോട് ദേഷ്യപ്പെടാൻ എനിക്കിഷ്ടല്ല. പക്ഷെ ഒരേ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ വീണ്ടും വീണ്ടും എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് ദേഷ്യം വരില്ലേ? ആർക്കായാലും ദേഷ്യം വരില്ലേ? നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എനിക്കും വിഷമമുള്ള കാര്യ. അതുകൊണ്ട് ഗന്ധർവനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ എന്റെ അടുത്ത് വരരുത്. ഞാൻ ഇനിയും വരും പാറു. എനിക്ക് പറയാനുള്ളത് നീ ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാകുന്നതുവരെ ഞാൻ വരും. നീ ചതിക്കപ്പെടുകയാണെന്നറിഞ്ഞിട്ട് കയ്യും കെട്ടി വെറുതെ നിൽക്കാൻ ഈ പ്രിയന് കഴിയില്ല. ഞാൻ ഇനിയും നിന്റെ മുന്നിൽ വരും. എന്റെ മുഖത്ത് നോക്കി നീ ചീത്ത പറഞ്ഞാലും ഞാൻ വരും. ഇതുകൊണ്ട് തന്നെയാ ഇനി അവളുടെ ഒരു കാര്യത്തിൽ ഇടപെടില്ലെന്ന് ഞാനും ജയന്തി ചേച്ചിയും മോഹൻ ചേട്ടനും തീരുമാനിച്ചത്. പ്രിയചേട്ടൻ അവളെ വിട്ടേക്ക്. പ്രിയചേട്ടനോട് അവൾ തറുതല പറയുന്ന കേൾക്കുമ്പോ എനിക്കാ സങ്കടം വരുന്നത്.